മൂഷികവാഹനമോദകഹസ്ത ചാമരകർണാവിലംബിതസൂത്ര വാമനരൂപമഹേശ്വരപുത്ര വിഘ്നവിനായക പാദനമസ്തേ. ഓം ഗം ഗണപതായേ നമഃ. ശ്രീ വാൽമീകി മഹർഷേ നമഃ. ശ്രീ ആഞ്ജനേയായ നമഃ. ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഓം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമന്ത്യാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൽ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേ. വാണിടുക നാരദമെന്നുടെ നാവുതന്മേൽ, വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ. നാണമെന്നിയേ മുത നാവിന്മേ നളം ചിനായ് കേണാങ്കനാനേതാകാനനയനിലകമ്പരൻ വാരിജോത്ഭമുഖ വാരിജാവാസേ ബാലേ. വാരിതന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതി പദാവലി തോന്നണം കാലേ കാലേ. പാരാദസലക്ഷണം മേൽമേൽ മംഗലശീലേ. ലക്ഷ്മണോപദേശം. വത്സാ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദം വെടിഞ്ഞനുടെ വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനെടോ. നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാൽ അസാധ്യമായില്ല ഒരു കർമ്മവും നിർണായമെങ്കിലും ഒന്നതു കേൾക്ക നീ. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധ്യാനതനാദിയും സത്യമേകന്നാകിലോ തൽപ്രയാസം ധവാ യുദ്ധമതല്ലായികിലെന്തതിനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ. വഗ്നിസംതപ്ത ലോകാസ്താംബുബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭങ്കുരം. ചക്ഷും ശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹീന പരിഗ്രസ്തമാ ലോകോ മലോലശേതസാ ഭോഗങ്ങൾ തേടുന്നു. പുത്രമെത്ര കളത്രാദി സംഗമാമെത്രയും അല്പകാലസിതമോർക്ക നീ. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ സദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലേ സംഗമം. ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരാദുർവം സ്വപ്നസമാനം കളത്ര സുഖം നടാം. അല്പമായുസ്സു നിരൂപിക്ക ലക്ഷ്മണ രാഗാദി സങ്കല്പമായുള്ള സംസാരമാകെ നിരൂപിക്കിൽ സ്വപ്നതുല്യം സഖേ. ഓർക്ക ഗന്ധർവ നഗരസമതിൽ മൂർഖന്മാർ നിത്യമനുക്രമിച്ചിടുന്നു. ആദ്യത്തെ ദേവൻ ഉദിച്ചതു വേഗേന യാഥാവതിയിൽ മറിഞ്ഞതു സത്വരം. നിദ്രയും വന്നിതു ദയാശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ. ഇത്തന്മതി ഭ്രമമുള്ളൊരു ജന്തുക്കൾ ചിത്തേ വിചാരിപ്പതില്ല കാലാന്തരം. ആയുസ്സു പോകുന്ന ഏതുമറിവില്ല മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കിയാൽ വാർദ്ധക്യമോട് ജരാനരയും പൂണ്ടു ചീർത്തമോഹേന മരിക്കുന്നതു ചിലർ. നേതേന്ദ്രിയം കൊണ്ട് കണ്ടിരിക്കെ
പുനരോർത്തറിയും നില്ലമായതൻ വൈഭവം. ഇപ്പോൾ ഇതു പകൽ, പിൽപ്പാടു രാത്രിയും, പിൽപ്പാട് പിന്നെ പകലുമുണ്ടായി വരും. ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിത്പുരുഷഗതി ഏതുമറിയാതെ. കാലസ്വരൂപനാം ഈശ്വരൻ തന്നെ ലീലാവിശേഷങ്ങളൊന്നും ഓരായകയാൽ ആമ കുംഭാമ്പു സമാനമായുസുടൻ പോമതേതും ധരിക്കുന്നതിൽ ആരുമേ. രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുവേവനും നിർണയം. വ്യാഘ്രിയെപ്പോലെ ജരയും അടുത്തു വന്ന് ആക്രമിച്ചിടും ശരീരത്തെ നിർണയം. മൃത്യുവും കൂടുതൽ നേരം പിരിയാതെ ഛിദ്രവും പാർത്തുള്ളിലിരിക്കുന്നു. ദേഹം നിമിത്ത അഹം ബുദ്ധി കൈകൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണ്യോഹ്യം നരേന്ദ്രോഹ്യമാഡോഭ്യമെന്നും മേടിതം കലർന്നിടും ദശാന്തരേ. ജന്തുക്കൾ ഭക്ഷിച്ചു കാക്ഷിച്ചു പോകിലാം, വെന്തു വെണ്ണീരായി ചമഞ്ഞു പോയിടിലാം. മണ്ണിനു കീഴായി കൃമികളായി പോകിലാം. നല്ല ദേഹം നിമിത്തം മഹാമോഹം. ത്വന്മാംസരക്താംസി വിൺമൂത്രരസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം. മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളൂ നിതധ്രുവം. ദേഹാഭിമാന നിമിത്തമായുണ്ടായ മോഹനലോകം ദഹിപ്പിപ്പതിനു നീ. മാനസതാരി നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായെന്നറിക നീ ലക്ഷ്മണ. ദോഷങ്ങളൊക്കെ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നതോർക്ക് നീ. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്കു മോഹമാതാവധ്യാകുന്നതും. ദേഹമല്ലോർക്ക് ഞാൻ ആത്മാവെന്നു മോഹേഹന്ത്രിയായുള്ളതു വിദ്യകേൽ. സംസാരകാരിണിയായ വിദ്യയും സംസാരനാശിനിയായതു വിദ്യയും. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്തചേതസാ ചെയ്യുക വേണ്ടുന്നതും. തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നുമറിയ നീ. മുക്തിക്കു വിഘ്നം വരുത്തുവാനെത്രയും ശക്തിയുള്ളതിൽ ക്രോധമറിയടോ. ഭ്രാന്ത് പിതൃസഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നതു പൂമാൻ. ക്രോധമൂലം മനസ്താപമുണ്ടായി വരും. ക്രോധമൂലം സംസാരബന്ധനം. ക്രോധമല്ലോ നിജധർമ്മയക്ഷയാകരം. ക്രോധം പരിത്യജിക്കണം ബുധജനം. ക്രോധമല്ലോ യമനായതു നിർണയം. വൈതരണാക്കിയാകുന്നതു തൃഷ്ണയും സന്തോഷമാകുന്നതു നന്ദനം വനം. സന്തതം ശാന്തിയെ കാമസ്വരൂപികൾ കേൾ. ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക നീ. സന്താപമെന്നാൽ ഒരു ജാതിയും വരാം. ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം അഹന്ത മേലേ വസിപ്പതാത്മാവുകൾ. ശുദ്ധ സ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി. നിർവികൽപ്പം പരം നിർവികാരം ഘനം. സർവേകകാരണം സർവജഗന്മയം. സർവേകസാക്ഷണം സർവം അജ്ഞമീശ്വരം. സർവദാ ചേതസി ഭാവിച്ചു കൊള്ളുക നീ. സാരഞ്ജനായി നീ കേൾ. സുഖദുഃഖവും പ്രാരാബ്ധമെല്ലാം അനുഭവിച്ചിടണം. കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമെന്നൊക്കവേ നിർണയമാചരിച്ചിടുകയെന്നേ വരൂ. കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ, കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ, കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ചു ചെയ്യണം. നിർമ്മലമായുള്ളൊരാത്മാവ് തന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാനീ പറഞ്ഞതെല്ലാമേ ധരിച്ചു. തജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം. മാനത്തേക്ക് തിരിച്ചു നിത്യം പരമാനന്ദമുൾക്കൊണ്ടു. മായാവിമോഹങ്ങൾ മാനസത്തിങ്കൽ നിന്നാശു കളക നീ. മാനമല്ലോ പരമപാദമാസ്പദം. സൗമിത്രി തന്നോടി വണ്ണമരുൾ ചെയ്തു. സൗമിക്യമോട് മാതാവോട് ചൊല്ലിനാൻ. കേൾക്കണമമ്മേ, തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകൊല്ല. ആത്മാവിനേതുമേ പിടയുണ്ടാകരു. ആത്മാവിനെ അറിയാത്തവരെ പോലെ സർവ്വലോകങ്ങളിലും വസിച്ചിടുന്ന സർവ്വജനങ്ങളും തങ്ങളിൽ സർവദാ കൂടി വാഴുന്നുള്ളതില്ലല്ലോ. സർവജ്ഞയല്ലോ ജനനി നീ. കേവലം 14 സംവത്സരം വനദേശേ വസിച്ചു വരുന്നതുമുണ്ടു ഞാൻ.
ദുഃഖങ്ങളെല്ലാം അകലെ കളഞ്ഞുടൻ ഉൾക്കാനിവോടും അനുഗ്രഹിച്ചിടണം. അച്ഛനെന്തുള്ളിൽ നിശ്ചയാൽ എന്നാൽ അതിൽ ഇങ്ങിച്ചയെന്നുറങ്ങിയിടണം. അമ്മയും ഭർത്യകർമാനുകരണമത്രേ പാതിവ്രത നിഷ്ഠാവതുനാമെന്നു നിർണയം. മാതാവ് മോതാൽ അനുഗ്രഹിച്ചിടുകിലേതുമേ ദുഃഖമെനിക്കില്ല ദേവലം. കാനനവാസം സുഖമായി വരുന്നവ മാനസേകതം കുറച്ചു വാണിയിടുകിൽ എന്നു പറഞ്ഞു നമസ്കരിച്ചിടിനാൻ. പിന്നെയും മാതുപാദാന്തികെ പ്രീതി കൈകൊണ്ടടുത്തുത്സംഗസീമിനി ചേർത്താദരാമൂർത്തിനി ബാഷ്പാഭിഷേകം ചെയ്തു ചുനിനാളയച്ച് ആശീർവചനങ്ങളാശു കൗസല്യം ദേവകളോടിരുന്നിടിനാൻ. സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസന പുഷ്ടദയാബ്ധേ പുരുഷോത്തമാഹരേ മൃത്യുഞ്ജയാ മഹാദേവ ഗൗരീപദേ പ്രതാരി മുമ്പായ ദിക്പാലകന്മാരെ ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി സർഗസ്ഥിതിലയകാരിണി ചണ്ഡികേ എന്മകനാശു നടക്കുന്ന നേരം കൽമഷം തീർന്നിരുന്നിടുന്ന നേരം തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സന്മോദമാനുരക്ഷിച്ചിടുവിൻ നിങ്ങൾ. യുദ്ധമർത്തിച്ചു തൻ പുത്രനാ രാമനെ ബദ്ധബാഷ്പം ഗാഠഗാഠം പുണർന്നുടൻ 7 സംവത്സരം കാനനെ വധിച്ചാരാൽ വരിങ്ങെന്നനുവദിച്ചിടിനാൽ തൽക്ഷണേ രാഗവും നത്വാ സദ്ഗതം ലക്ഷ്മണൻ താനും പറഞ്ഞാനാകൂല എന്നിലുണ്ടായിരുന്ന ഒരു സംശയം നിന്നരുളപ്പാടു കേട്ടു തീർന്നു തുലം. ത്വൽപാദ സേവാർത്ഥമായി അടിയനു ഇപ്പോൾ വഴിയേ വിടകൊള്ളുവാനൊന്നുമേ മോദത്താൽ അനുവദിച്ചിടണം. സീതാപതേ രാമചന്ദ്രാദയാനിതേ പ്രാണങ്ങളെ കടഞ്ഞിടുവാനില്ലായണാംഗതുല്യവദനാരിഭൂപതേ എങ്കിൽ നീ പോന്നുകൊണ്ടാലുമെന്നാതലം പാങ്കലലോചനം താനുമരുൾ ചെയ്തു. വൈദേഹി തന്നോട് യാത്ര ചൊല്ലിയിടുവാൻ മോദേന സീതാഗ്രഹം പൂക്കരുളീനാൻ. ആഗതനെയ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതമുദ്ധാനം ചെയ്തു കാഞ്ചന പാത്രസ്ഥമായ തോയം കൊണ്ടു വാഞ്ചയാ തൃക്കാൽ കഴുകിച്ചു സാദരം മന്ദാശം ഉൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു സുന്ദരീ മന്ദം മന്ദം പറഞ്ഞിടിനാൾ. ആരുമകമ്പടി കൂടാതെ ശ്രീപാദചാരണേ വന്നതുമെന്തു കൃപാനിധി വാരണവീരനെങ്ങുമവല്ലഭ ഗൗരതാപത്രവും താലവൃന്ദാദിയും ചാമരദ്വന്ദ്വും വാദ്യഘോഷങ്ങളും ചാമീകരണാഭരണാദ്യലങ്കാരവും സാമന്തഭൂപാലരെയും പിഞ്ഞതി രോമാഞ്ചമേടെഴുന്നള്ളിതന്തയ്യോ. ഇത്തം വിദേഹാത്മജാവചനം കെട്ടു പൃഥ്വീപതിസുതൻ താനുമരുൾ ചെയ്തു തന്നിതു ദണ്ഡകാരണ്യരാജം മമ പുണ്യം വരുത്തുവാൻ താതനറിയടോ. ഞാനിതോ പാലിപ്പതിനാശു പോകുന്നു മനസ്സേ ഖേദമിളച്ചുവാനിടുക. മാതാവ് കൗസല തന്നെ ശുശ്രൂഷ ചെയ്തു സുഖേന വസിക്ക നീ വല്ലഭേ. ഭർത്തവാക്യം കേട്ടു ജാനകിയും രാമഭദ്രനോടിത്ത മഹന്ത ചൊല്ലിടിനാൽ. രാത്രിയിൽ കൂടെ പിരിഞ്ഞ പുറാത്തോളമാസ്തയുണ്ടല്ലോ ഭവാനി പിതാവിനും എന്നിരിക്കെ വനരാജം തരുവിൽ നിന്ന് തോന്നിയിടുവാൻ എന്തോ ഒരു കാരണം. മന്നവം താനല്ലയോ കൗതുകത്തോടും ഇന്നലെ രാജാഭിഷേകം ആരംഭിച്ചു. സത്യമോ ചൊല്ലു ഭർത്താവേ വിരുവോട് വൃത്താന്തം എത്രയും ചിത്തമോർത്താലിതം എന്നതു കേട്ടരുൾ ചെയ്തു രഘുപനൻ. ധന്യേ കുല മൗലിമാലികെ കേൾക്ക നീ മന്നവൻ കേകേ പുത്രിയാമമ്മയ്ക്കു മുന്നമേ 2 വരം കൊടുത്തിടിനാൻ. വിണ്ണവർ നാട്ടി സുരാസുര യുദ്ധത്തിനു അന്യൂന വിക്രമം കൈകൊണ്ടുപോയ നാൾ ഒന്ന് ഭരതനെ വാഴിക്കുക എന്നതും എന്നെ വനത്തിനയക്കുന്നതു മറ്റതും സത്യവിരോധം വരുമെന്നു തന്നെ ചിത്തെ നിരൂപിച്ചു പേടിച്ചു താതനും മാതാവിനാശുവരവും കൊടുത്തതു. താതനതുകൊണ്ടു ഞാൻ ഇന്നു പോകുന്നു ദണ്ഡകാരണേ 14 വത്സരം ദണ്ഡമൊഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ. നീ അതിനേതും മുടക്കം പിറകൊല്ല മയിൽ കളഞ്ഞു മാതാവുമായി വാഴുക നീ. രാഘവനിത്തം പറഞ്ഞതു കേട്ടോരു ആകാശ ശശിമുഖേ താനുമരുൾ ചെയ്തു. മുന്നിൽ നടപ്പാൻ വനത്തിരു ഞാൻ മമ പിന്നാണ് വേണമെഴുന്നള്ളവാൻ ഭവാൻ. എന്നെ പിരിഞ്ഞു പോകുന്നത് ചിതമല്ലെന്നുകൊണ്ട് ഭവാനൊന്നു ധരിക്കണം. കാകുത്സനും പ്രിയവദനിയായ നാഗേന്ദ്രഗാമിനിയോട് ചൊല്ലിടാൻ
എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതു? തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ ഘോര സിംഹവ്യാഘ്ര സുഖര സൈരവ വാരണ വ്യാല ഭല്ലൂകമൃഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ, കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ, സംഖ്യയില്ലാത്തോളമുണ്ടവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ടു ഭയമാ നമുക്കെല്ലാം. നാരീജനത്തിനെല്ലാം വിശേഷിച്ചുമൊട്ടേറെയുണ്ടാ ഭയമെന്നറിഞ്ഞിടൂ. മൂലഫലങ്ങൾ കടാശങ്ങൾ ബാലെ ഭുജിപ്പതിനാകുന്നതും തത്ര നിർമ്മല വ്യഞ്ജനാഭുപന്നപാനാദി സന്മമധു ക്ഷീരങ്ങളിൽ ഓരോ നേരവും നിന്മനോദഗുഹാഗുഹര ശർക്കര ദുർമാർഗമെത്രയും കണ്ടകവൃന്ദവും നേരെ പെരുവഴിയുമറിയാവതല്ലാരെയും കാൺമാനുമില്ലറിഞ്ഞിടുവാൻ ശീതവാദ തപപീഡയും പാരമാം പാദചരേണ വേണം നടന്നിടുവാൻ. ദുഷ്ടരായുള്ളൊരു രാക്ഷസരെ കണ്ടാലൊട്ടും പൊറുകയില്ലാർക്കുമറിയിടൂ. എന്നോട് ചൊല്ലിനാ മാതാവ് തന്നെയും നന്നായി പരിചരിച്ചിരുന്നിടുക. വന്നിടുവാൻ 14 സംവത്സരം ചെന്നാലിതിനുടനില്ലൊരു സംശയം. ശ്രീരാമവാക്ക് കേട്ടൊരു വൈദേഹിയും ആരുടെ നാഭേനച്ചു പിന്നെയും ചൊല്ലിനാൽ, നാഥ പതിവ്രതയാം ധർമ്മമഗ്നി, ഞാൻ ആധാരവുമില്ല മറ്റെനിക്കാരുമേ, ഏതുമേ ദോഷവുമില്ലതയാനിതേ പാദശുശ്രൂഷാമൃതം മുടുക്കായകമേ. നിന്നിടെ സന്നിധോ സന്നതും വാണിടും എന്നെ മറ്റാർക്കാനം പിടിച്ചൂടാമോ? വല്ലതും മൂലഫലജ്വാലാഹാരങ്ങൾ വല്ലോഭിഷ്ടമെനിക്കമൃതോപമം. ഭർത്താവ് തന്നൂടെ കൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുള്ള കല്ലും മുള്ളും പുഷ്പാസന തുല്യങ്ങൾ എനിക്കതും പുഷ്പബാണോപമാ നീ വെടിഞ്ഞിടലാം. ഏതുമേ പീഡയുണ്ടാകയിൽ മൂലം ഭീതി ഏതും എനിക്കില്ല ഭർത്താവേ. കശ്യപിൽ ദ്വിജം ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോട് പൂണ്ടരുളി ചെയ്തു, ഭർത്താവിനോടും മനസ്സിൽ വസിപ്പതിനെത്തും ഭവതിക്കു സങ്കടമില്ലേതും ഇത്തം വരേവ ഞാൻ കേട്ടിരിക്കുന്നു. സത്യമതിന്നെയും ഒന്ന് ചൊല്ലിയിടുവൻ രാമായണങ്ങൾ പലതും കവിവരാമാബോധമോട് പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. ജാനകിയോട് കൂടാതെ രഘുവരൻ കാനനവാസത്തിനൊന്നു പോയിട്ടുള്ളൂ. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടുമൊന്നത്രേ വിചാരിച്ചു കാൺകിലോ. പാണിഗ്രഹണമെന്താർത്ഥവും ഓർക്കണം, പ്രാണ അവസാന കാലത്തും പിരിയുമോ എന്നിരിക്കെ പുനരെന്നെ ഉപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടിരുന്നുള്ളുകിൽ എന്നുമൻ പ്രാണപരിത്യാഗവും ചെയ്യുവൻ നിന്നു തന്നെ നിന്തിരുവഴി തന്നാണേ എന്നിങ്ങനെ ദേവി ചെന്നതു കേട്ടൊരു മന്നവൻ മന്ദസ്മിതം പൂണ്ടരുവു ചെയ്തു. എങ്കിലോ വല്ലഭേ പൂരിക വൈകാതെ സങ്കടമെന്നത് ചൊല്ലിയുണ്ടാകേണ്ട, ദാനമരുന്നിക്കായി കൊണ്ടു ചെയ്യുക നീ ജാനകി. ഹാരാദിഭൂഷണമൊക്കവേ യുദ്ധമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോട് പ്രത്യസുരോത്തമന്മാരെ വരുത്തുവാൻ അത്യാദരമരുൾ ചെയ്ത നേരം ദ്വിജേന്ദ്രോത്തമന്മാരെ വരുത്തി കുമാരനും. വസ്ത്രങ്ങൾ ആഭരണങ്ങൾ പശുക്കളും അർത്ഥമതിയില്ലാതോളമാതരാൽ സത്യരായുള്ള കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായ കുടുംബികളായ വേദവിജ്ഞാനികളാം ദ്വിജേന്ദ്രന്മാർക്കു സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം. മാതാവ് തന്നുടെ സേവകന്മാരായ ഭൂദേവതത്തന്മാർക്കു കൊടുത്തതു. പിന്നെ നിജാന്തപുരവാസികൾക്കും മറ്റന്യരാ സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്യാൻ ആനന്ദഭക്തരായി മാനവനാശീർവാചനവും ചെയ്തതു. താപസന്മാരും ദ്വിജന്മാരും പെയ്തിടുന്ന സൃജനങ്ങളും ജാനിതീ ദേവിയും അൻപോടിരുന്തതിക്ക് ഉൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൽ. ലക്ഷ്മണ വീരൻ സുമിത്രയാം അമ്മയെ തൽക്ഷണേ കൗസല കയ്യിൽ സമർപ്പിച്ചു. വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാശ്ലേഷവും ചെയ്തു. നന്നായി അനുഗ്രഹവും ചെയ്തു തനേനു. പിന്നെ ഉപദേശ വാക്കുമുര ചെയ്താൽ അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും മകരെ നടന്നുകൊള്ളണം പിരിയാതെ. രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോട് നിരൂപിച്ചു കൊള്ളണം. എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ പിന്നെ അയോധ്യയെന്നോർത്തിയിടുവേ.
മായാവിഹീനമീവണ്ണമുറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരികതേ. മാതൃവചനം ശിരസ്സീ ധരിച്ചു കൊണ്ടാദരവോട് തൊഴുതു സൗമിത്രിയും. തന്നെ ശാപശരാദികൾ കൈകൊണ്ടു ചെന്നു രാമാന്തികെ നിന്നു വണങ്ങിനാൻ. തൽക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്തു പൗരജനങ്ങളെ രാഗമോടെ കടാഴ്ചു കുതൂഹലാൽ. കോമളനായ കുമാരൻ മനോഹരൻ ശ്യാമലാരമ്യകളേബരൻ രാഘവൻ. കാമദേവോമൻ കാമതൻ സുന്ദരൻ രാമൻ തിരുവടി നാനാ ജഗദാഭിരാമാത്മരാമാനംബുജലോചനൻ. കാമാരി സേവിതൻ നാനാ ജഗന്മേം താതാലയം പ്രതി പോകുന്ന നേരത്തു സാദം കലർന്നൊരു പൗരജനങ്ങളും പാദചാരേണ നടക്കുന്നതു കണ്ടു. ഖേദം കലർന്നു പരസ്പരം ചൊല്ലിനാൽ കഷ്ടമാഹന്ത കഷ്ടം പശ്യ പശ്യ. കഷ്ടമെന്തിങ്ങനെ വന്നതു ദൈവമേ. സോദരനോടും പ്രണയിനി തന്നോടും പാദാചരേണ സഹായവും കൂടാതെ ശർക്കര കണ്ടകനിമിത്തായത യുദ്ധ ദുർഘടമായ ദുർഗമാർഗങ്ങളിൽ രക്തസമ്പത്മത്തിനു കാഠിന്യമേകുന്ന മുക്ത മൃദുതര സിക്തപാദങ്ങളാലും നിന്നു വിഷാദം കളവിനെല്ലാവരും രാമനെ ചിന്തിച്ച് ദുഃഖിക്കുകയായിക്കാരുമേ. രാമരാമേതി ജപിപ്പിനെല്ലാവരും നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്തിനു മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കില്ലതേയല്ല കൈവല്യം. സിദ്ധിക്കുമേവനമെന്നതു നിർണയം. ദുഃഖസൗഖ്യാദി വികല്പങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണാത്മാ നിരകൂധമൻ ന്യൂനാതിരേകവിഹീനൻ നിരഞ്ജനാനന്ദ പൂർണാനന്ദനാകുലൻ. അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിലെങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു. ഭക്തജനാനനാ ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പ്രനിടിനാൻ ഭൂതലേ. പങ്ക്തിരദ്ധാവേഷ്ടസിദ്ധാർത്ഥമായി വന്നു പന്തികണ്ഠൻ തന്നെ കൊന്നു ജഗത്രയം. പാലിപ്പതിനവതരിച്ചിടിനാൻ ബാലിശന്മാരെ മനുഷ്യനായ ഈശ്വരൻ. രാമവിഷയമീ വണ്ണമരുൾ ചെയ്തു വാമദേവൻ വിരിമിച്ചോരനന്തരം. വാമദേവവചനാമൃതം അമൃതം സേവിച്ചു രാമനേ നാരായണനെന്നറിഞ്ഞുടൻ. പൗരജനം പരമാനന്ദമായൊരു വാരനിധിയിൽ മുഴുകിനേരേവരും. രാമസീതാരഹസ്യമുഹരീ ദൃശ്യം ആമോദപൂർവം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവങ്കൽ ഉറച്ചൊരു ഭക്തിയും. മാമയാശനാശവും സിദ്ധിക്കുമേവനും ഗോപനീയം രഹസ്യം പരമിദൃശ്യം പാപവിനാശനം ചെന്നതിൻ കാരണം. രാമപ്രിയമന്മാർ ഭവമാരെന്നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു. താപവും തീർന്നു പൗരജനങ്ങൾക്കും താപസ ശ്രേഷ്ഠനും മേധാലെഴുന്നള്ളി. വനയാത്ര. രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങി അരുൾ ചെയ്തു. കൈകേകിയാകിയ മാതാവ് തന്നോട് ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിതേ. സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു. ഖേദമകലെ കളഞ്ഞിനി ഞങ്ങളെ താതാജ്ഞാപിക്ക വേണ്ടതു വൈകാതെ. ഇഷ്ടവാക്യം കേട്ടു കൈകേകി സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം. ശ്രീരാമനും മൈഥിലിക്കും അനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും. ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. പുഷ്കരലോചനാനുജ്ഞയാവൽക്കലം ലക്ഷ്മണം താനുമടുത്താനതു നേരം. ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ പക്ഷമെന്തെന്നുള്ളിലെന്നുള്ളതറിവാനായി. തൽക്ഷണേ ലജ്ജയാ ഭർത്തിയാമുഖാംബുജം ഗൂഢമായി നോക്കിനാളെങ്ങനെ ഞാനിതു ഗാഠം മുടക്കുന്നതെന്നുള്ള ചിന്തയാ. മംഗളദേവതാവല്ലഭൻ രാഘവനിങ്കിത ജനത വാങ്ങി പരുഷമാം വൽക്കലം ദിവ്യാംബരോപരി വേഷ്ടിച്ചു സത്കാരമാനം കലർന്നു നിന്നിടിനാൻ. എന്നതു കണ്ടോരു രാജധാരങ്ങളും മാര്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്ന ദുഃഖത്താ കരയുന്നതു കേട്ടു നിന്നരുളിടും വസിഷ്ഠ മഹാമുനി. കോപേന വർത്തിച്ചു കൈകേകി തന്നോടു താപേന ചൊല്ലിനാനെന്തിതു തോന്നുവാൻ. ദുഷ്ടേ നിശാചരി ദുർവർത്തമാനാസേ
കഷ്ടമോർത്തോളം കഠോരശീലേ കലേ രാമൻ വനത്തിന്നു പോകണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ ജാനകി ദേവിക്ക് വൽക്കലം നൽകുവാൻ മാനസെ തോന്നിയതെന്തോ ഒരു കാരണം ഭക്ത്യാ പതിവ്രതയാകിയ ജാനകി ഭർത്താവിനോട് കൂടെ പ്രയാണം ചെയ്യിൽ സർവാഭരണ വിഭൂഷിതഗാത്രിയായി ദിവ്യാംബരം പൂണ്ടനുഗമിച്ചിടുക കാന്ന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും രമിപ്പിച്ചു സദാകാലം ഭർത്തശുശ്രൂഷയും ചെയ്തു പിരിയാതെ ശുദ്ധ ചരിച്ചിടുക നീ വരൂ. ഇത്തം വഷ്ടോതി കേട്ടു ദശരഥൻ നത്യാ സുമന്ത്രോടേവം അരുൾ ചെയ്തു. രാജയോഗ്യം രഥമാശു വരുത്തുക രാജീവനേത്ര പ്രയാണ സത്വരം ഇത്വാമുത്വരാമഭക്താംബുജം പാർത്തു പുത്ര ഹാ രാമ സൗമിത്രേ ജനകജേ രാമ രാമ ത്രിലോകാഭിരാമാങ്ക ഹാ മമ പ്രാണസമാനമനോഹര. ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥൻ ഉൾക്കാമ്പഴിഞ്ഞു കരയുന്ന നേരം തേരുമൊരുമിച്ചു നിർത്തി സുമന്ത്രരും. ശ്രീരാമദേവനു അപ്പോൾ അരുൾ ചെയ്തു, തേരിൽ കരയേറുക സീതേ, വിരവിൽ നീ നീർമനെ കളഞ്ഞിടരുതേതുമേ. സുന്ദരി വന്ദിച്ചു തേരിൽ കരേറിനാൻ ഇന്ദിര വല്ലഭനാകിയ രാമനും മാനസേ ഖേദം കളഞ്ഞു ജനകനെ വീണുമണങ്ങി പ്രദക്ഷിണവും ചെയ്തു. താണു തൊഴുതടൻ തേരിൽ കരേറിനാൻ ബാണചാപസ്തീ തുണീരാദികളെല്ലാം കൈകൊണ്ടു വന്ദിച്ചു താനും കരേറിനാൽ. ലക്ഷ്മണൻ അപ്പോൾ സുമന്ത്രരുമാകൂലാൽ ദുഃഖേന തേർ നടത്തിയിടിനാൻ ഭൂപനും. നിൽക്കെന്നു ചെന്നാ രഘുനാഥനും ഗച്ഛ ഗച്ഛേതി വേഗാതരുൾ ചെയ്തു. നിശ്ചലമായത് ലോകവും അന്നേരം രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണതു ഭൂതലേ. ശ്രീബാലവൃദ്ധാവതിരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ. തിഷ്ട തിഷ്ട പ്രഭോ രാമാദയാനിതേ, ദിഷ്ടിക്കമൃതമായൊരു തിരുമേനി കണ്ടായിലെങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു. പ്രാണനോ പോയതല്ലോ മമ ദൈവമേ. ഇത്തരം ചൊല്ലി വിളപിച്ചു സർവരും സത്തരം തേരൻ പിറകെ നടകൊണ്ടാൻ. മന്നവും താനും ചിരൻ വിലപിച്ചതാ ചൊന്നാൻ പരിചാരകന്മാരോടാകുലാൽ. എന്നെ എടുത്തിനെ കൊണ്ടുപോയി ശ്രീരാമൻ തന്നെ മാതൃഗൃഹത്തെങ്കിലാക്കുവിൻ. രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമി വാഴുകുന്നില്ലെന്നു നിർണയം എന്നതു കേട്ടൊരു വൃദ്ധജനങ്ങളും മന്യവൻ തന്നെ എടുത്തു കൗസല്യഥൻ മന്ദിരത്തെങ്കിലാക്കിടിനാനും നേരം വന്നോരു ദുഃഖേന മോഹിച്ചു വീണതു. പിന്നുണർന്നു കരഞ്ഞു തുടങ്ങിനാൽ ഖിന്യായ്മയുന്ന കൗസല്യ തന്നോടും ശ്രീരാമനും തമസാമതി തന്നെ തീരം ഗമിച്ചു വസിച്ചു നിശാമുഖേ. പാനീയമാത്രമോ ജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായൊരു വൃക്ഷമൂലേ ശയനം ചെയ്തുറങ്ങിയിടിനാൻ. ലക്ഷ്മണൻ വില്ലു അമ്പം ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു സുമന്ത്രരുമായൊരു ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാകുലാൽ പൗരജനങ്ങളും ചെന്നരികെ പൂക്കൂ. ശ്രീരാമനെ അങ്ങ് കൊണ്ടുപോയി കൂടായിൽ കാനനവാസം നമുക്കെന്നേ വരും. മനസ്സത്തെങ്കിൽ ഉറച്ചു മരുവിനാൽ പൗരജനത്തിൻ പരിദേവനം കണ്ടു. ശ്രീരാമദേവനും ഉള്ളിൽ നിരൂപിച്ചു. സൂര്യനുദിച്ചിലായികല്ലും ഇവൾ കാര്യത്തിനും വരെ വിഘ്നമെന്നാലവർ ഖേദം കലർന്നു തുടർന്നുറങ്ങുന്നു. ബോധമില്ല ഇപ്പോൾ ഇനി ഉണരും മുൻപേ പോകാനാം ഇപ്പോഴേ കൂട്ടുക തേരുന്നു. രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ത്രരും വേഗേന തേരും ഒരുമിച്ചെത്ത അന്നേരം. രാഘവന്മാരും ജനകധനഞ്ജയും തേരിലേറിനാലതു നേതുമറിഞ്ഞില്ല. പൗരജനങ്ങളന്നേരം സുമന്ത്രരും ചെറ്റയോധ്യാഭിമുഖം ഗമിച്ചിട്ടതാം. തെറ്റന്നു തെക്കോട്ട് തന്നെ നടുകൊണ്ടു ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റെന്നാൾ തങ്ങൾ ഉണർന്നു നോക്കുന്ന നേരം
കണ്ടില രാമനെ എന്നു കരഞ്ഞതീ കുണ്ഠിതന്മാരായി പുരിവോക്കുമേവിനാർ സീതാസമാദേ സമേതനാം രാമനെ സന്തതം ചേതസി ചിന്തിച്ചനുദിനം പുത്രമിത്രാദികളോടുമിട ചേർന്നു ചിത്താശുദ്ധ വസിച്ചിടിനാരേവരും മംഗളദേവതാ വല്ലഭൻ രാഘവൻ ഗംഗാതടം പൂക്കു ജാനകി തന്നോടും മംഗളസ്നാനവും ചെയ്തു സഹാനൂജം ശൃംഗിവേരാവിതുരേ മരുവീടിനാൻ ദാശര്യം വിദേഹതനുജയും ശിംശാപമൂലേ സുഖേന വാണിടിനാൻ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാമായണം വായിച്ചു കഴിയുമ്പോൾ ഈ ശ്ലോകം ചൊല്ലുന്നത് ഏറ്റവും നല്ലതാണ്. പൂർവം രാമതപോവനാധിഗമനം ഹൃദ്യാമൃതം കാഞ്ചനം വൈദേഹിഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലികി നിഗ്രഹം സമുദ്രതരണം ലങ്കാപുരീദഹനം പശ്ചാരാവണ കുംഭകർണാവദനം എന്തസ്യ രാമായണം കല്യാണശീലവത നല്ല കഥാവിലാസം വല്ലാതെ ചൊല്ലി മമ ബാലത പൂണ്ടുതാനും എല്ലാം പുറത്തു മമ സങ്കടമാശു തീർപ്പാം ശ്രീവില്ലാദിനാഥ കരുണാകര രാമചന്ദ്ര ഭജേ. സ്വസ്തി പ്രജാഭിപരിപാലയന്താം ന്യായേന മാർഗേണ മഹീമഹീശ ഗോബ്രാഹ്മണേഭ്യ ശോമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കായേന വാചാ മനസ്സേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവത് കരോമി യത്സകലം പരസ്മൈ ശ്രീമന്നാരായണായേതി സമർപ്പയാമി. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേത് തത്സർവം ക്ഷമതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദു മാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്യ പുരുഷോത്തമ. ഹരി ഓം. ഈ വായന കേൾക്കുന്ന എല്ലാവർക്കും രാമൻ്റെയും സീതയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ.